ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ 2025 മോഡൽ ആക്സസ് 125 OBD2 വെർഷൻ ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബാക്കിലിരിക്കുന്നത് തൊട്ട് മുമ്പുള്ള വെർഷനാണ്. ഏകദേശം 1.5 വർഷത്തോളം ഞാനിത് യൂസ് ചെയ്യുന്നു. അതായത് 15,000 കിലോമീറ്ററോളം ഞാൻ ഓൾറെഡി ഈ വണ്ടി ഓടിച്ചു. അപ്പോൾ നമുക്ക് പുതിയ വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം സുസുക്കി കൊടുത്തിട്ടാണ് പുതിയ വേരിയൻറ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ പഴയ മോഡലും പുതിയ മോഡലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഏകദേശം 1.5 കൊല്ലം ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നു. അതായത് 15,000 കിലോമീറ്റർ ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ വണ്ടി ഞാൻ ഇത്രയും കാലയളവിൽ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് വണ്ടിയുടെ കമ്പയർ ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വണ്ടി വരുത്തിയിരിക്കുന്നത് നോക്കാം. അതായത് ഈ വണ്ടിക്ക് ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പോരായ്മകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ടാണോ സുസുക്കി വണ്ടി ഇറക്കിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിക്ക് മുമ്പുള്ള മോഡൽ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പ്രോസ്, അതായത് ഇതിൻ്റെ എനിക്ക് അനുഭവപ്പെട്ട നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയട്ടെ, ഓണർ എന്നുള്ള നിലക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് വണ്ടിയുടെ കംഫോർട്ട് തന്നെയാണ്. അതായത് ഇതിൻ്റെ സീറ്റിങ്ങും അതുപോലെ തന്നെ വണ്ടിയുടെ എർഗണോമിക്സും ഇരിപ്പും ഒക്കെ അത്യാവശ്യം നല്ല കംഫോർട്ട് തരുന്ന ഒരു വണ്ടിയാണ് ആക്സസ് 125 എന്നുള്ളത്. ഒരു ബൈക്കിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണിത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്സസ് 125 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി ആയിട്ട് വേറൊരു വണ്ടി നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് പറയാൻ കാരണം തൊട്ട് മുമ്പ് ഞാൻ ഹോണ്ട ഡിയോ ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഡിയോ യൂസ് ചെയ്ത് ഒരുപാട് നടുവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഞാൻ ആക്സസിലേക്ക് മാറിയത്. പക്ഷേ ആക്സസിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ വ്യത്യാസം ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു 10-20 കിലോമീറ്ററിൽ കൂടുതൽ എനിക്ക് ഡിയോയിൽ പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ആക്സസ് വാങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഞാൻ ബൈക്ക് യൂസ് ചെയ്യാറില്ലെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഇപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോകാനൊക്കെ ആയിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വണ്ടിയാണ് ആക്സസ്. മെയിനായിട്ട് മൂന്നാർ, വാൽപ്പാറ തുടങ്ങിയുള്ള ഡെസ്റ്റിനേഷൻസിലൊക്കെ മെയിനായിട്ട് ഈ വണ്ടിയായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. ഇതിൽ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ വരുമ്പോഴത്തേക്കും സ്വിംഗ് ആം സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്. നമ്മളിത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഹമ്പ് അല്ലെങ്കിൽ കട്ടറൊക്കെ ചാടാൻ നേരത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി കയറിപ്പോകും. നമുക്ക് യാതൊരുവിധ അടിയോ ബാക്കിലുള്ള അടിയോ ഒന്നും നമുക്ക് കിട്ടുന്നതല്ല. ഇതിൻ്റെ ആ ഒരു റൈഡിങ് കംഫോർട്ടിന് കിട്ടാനുള്ള മെയിൻ കാരണം തന്നെ ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അതായത് ഇതിൻ്റെ ഫുഡ് റെസ്റ്റും സീറ്റും തമ്മിൽ അത്യാവശ്യം നല്ല ഹൈറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പൊസിഷനാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. മാത്രമല്ല അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിൽ അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിയാണ് ആക്സസ് എന്നുള്ളത്. ഏകദേശം 104 കിലോഗ്രാമാണ് ആക്സസിൻ്റെ വെയിറ്റ് എന്നുള്ളത്. ഇതിൻ്റെ കോമ്പറ്റേറ്റീവ് സ്കൂട്ടേഴ്സായ റേ അതുപോലെ തന്നെ ഫെസിനോക്കൊക്കെ വെറും 99 കിലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് കൂടാൻ നേരം സ്വാഭാവികമായിട്ടും ഒരു സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ റോഡ് പ്രസൻസും കൂടുതലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. രണ്ടാമതൊരു പ്രോസായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ മൈലേജാണ്. ഇപ്പോൾ പരസ്യത്തിൽ പറയുന്നത് പോലെ കുറച്ചേ കുടിക്കുകയുള്ളൂ. അതായത് ഞാനിത് എടുത്ത സമയത്ത് ഏകദേശം 55 കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം പറഞ്ഞത്. പക്ഷേ എനിക്ക് അറൗണ്ട് ഒരു 50-55 കിട്ടുന്നുണ്ട്. പുതിയ ആക്സസ് 125 2025 എഡിഷനിലേക്ക് വരുമ്പോഴത്തേക്കും കമ്പനി പറയുന്നത് 65 കിലോമീറ്റർ മൈലേജാണ്. എന്നിരുന്നാലും നമുക്ക് അറൗണ്ട് ഒരു 55 കിട്ടിയാൽ തന്നെ നല്ലൊരു മൈലേജാണ്. കമ്പനി 55 അല്ലെങ്കിൽ 65 പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡിൻ്റെ കണ്ടീഷനിൽ ഒരിക്കലും നമുക്ക് അത്രയും കിലോമീറ്റർ കിട്ടാറില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു നമ്മുടെ സിറ്റിയിലൊക്കെ റൈഡ് ചെയ്യാൻ നേരത്തെ ഒരു 48-50 ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ നല്ലൊരു മൈലേജ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് എങ്ങനെ ഇരുന്നാലും ഒരു 50+, ഒരു ഹൈവേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 55 കിലോമീറ്ററൊക്കെ എൻ്റെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പുതിയ വണ്ടിക്ക് കമ്പനി പറയുന്നത് 65 കിലോമീറ്റർ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറൗണ്ട് ഒരു 60 എങ്കിലും വണ്ടിക്ക് കിട്ടിക്കാണണം. വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ, ഇനി ഓടിച്ച് യൂസേഴ്സിൻ്റെ റിവ്യൂ വരുമ്പോഴേ നമുക്ക് കറക്റ്റ് മൈലേജ് അറിയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഇതിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെപ്പി ആയിട്ടുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഏകദേശം 8.6 bhp പവറും 10.2 Nm ടോർക്കും ഇതിൻ്റെ 125cc എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ എഞ്ചിനിലേക്ക് വരാൻ നേരത്ത് എഞ്ചിനിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എന്നിരുന്നാലും ബോറിലും സ്ട്രോക്കിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടായിരിക്കണം കിലോമീറ്റർ, അതായത് മൈലേജ് കൂടുതൽ കിട്ടുന്നത്. പവറിലും ടോർക്കിലൊന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഹെഡ്ലൈറ്റാണ്. പക്ഷേ അതിനൊരു നെഗറ്റീവും കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ LED ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിസിബിലിറ്റിയാണ്, അത്യാവശ്യം രാത്രിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എതിരെ വരുന്ന ആളുടെ കണ്ണടിച്ചു പോണ ഒരു ഫീലാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം നമ്മൾ വണ്ടിയായിട്ട് രാത്രിയൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാർ കണ്ണൊക്കെ ഇങ്ങനെ പൊത്തിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ പുതിയ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഹെഡ്ലൈറ്റിൽ വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഹെഡ്ലൈറ്റ് ജസ്റ്റ് ഇട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്തെ നമുക്ക് അറിയാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു റോഡ് പ്രസൻസും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യമായ മാറ്റം, വെയിറ്റിൽ കാര്യമായ മാറ്റമൊന്നും സുസുക്കി വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് മൈലേജ് കൂട്ടാൻ വേണ്ടി വണ്ടികൾക്ക് വെയിറ്റ് കുറക്കുന്ന ഒരു പ്രവണതയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഈ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആക്സസ് 125ക്ക് സുസുക്കി വെയിറ്റിൽ യാതൊരുവിധ മാറ്റവും കൊടുത്തിട്ടില്ല. പിന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡുവൽ ടോൺ കളർ കോമ്പിനേഷൻസ് ആണ്. ഏകദേശം 4ഓളം കളർ വേരിയൻറ്റിൽ പുതിയത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതും അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനിലാണ്. അത്യാവശ്യം നല്ല ക്ലാസി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്പോർട്ടി ലുക്ക് പ്രതീക്ഷിച്ച് എടുക്കണവരാരും ഈ വണ്ടിയിൽ നോക്കാതിരിക്കുന്നത് നല്ലത്. അത്യാവശ്യം ഒരു ക്ലാസിക് റെട്രോ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ആക്സസ് 125. ഇതിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും തന്നെ, അതായത് ഹെഡ്ലൈറ്റ് ആയാലും ഇതിൻ്റെ സൈഡ് മിറേഴ്സ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും വണ്ടിയുടെ ബോഡി മൊത്തം ഒരു കർവ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഒരു സ്പോർട്ടി ലുക്കല്ല, അത്യാവശ്യം നല്ലൊരു ക്ലാസി ലുക്കിലാണ് സുസുക്കി ആക്സസിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഗുണങ്ങളാണ്. ഇതിൽ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു നെഗറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, എല്ലാവർക്കും അറിയാൻ തന്നെ ആക്സസിൻ്റെ ആ സ്റ്റാർട്ടിങ് ട്രബിളാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ആ ഒരു എൻജിൻ സ്റ്റാർട്ടറിൽ നിന്നുള്ള ആ ഒരു നോയ്സും ഒരു സ്റ്റാർട്ടിങ് ട്രബിളും തന്നെയാണ്. പക്ഷേ 2025 വെർഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത് പരിഹരിച്ചിട്ടാണ് സുസുക്കി പുതിയ ആക്സസ് 125 പുറത്തിറക്കിയിരിക്കുന്നത്. സൈലൻ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് പുതിയ ആക്സസിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ നെഗറ്റീവായിട്ട് തോന്നിയത് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിനായി പോകുന്നുള്ളതാണ്. ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി വീക്കായി പോണ ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത്. പക്ഷേ പുതിയ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയത് കാരണം ബാറ്ററി കുറച്ചും കൂടി ലൈഫ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. വണ്ടി കുറച്ചും കൂടി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിവ്യൂ കിട്ടുള്ളൂ. ഇതിൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഫ്യൂവൽ ഗേജ് ഫോൾട്ടിയാണ്. എപ്പോഴും തെറ്റേ നമുക്ക് കാണിക്കുകയുള്ളൂ തോന്നിയത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഫ്യൂവൽ ഗേജ് ഫോൾസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. അപ്പോൾ നമ്മളറിയാതെ എങ്ങനെയാണ് പെട്രോള് ഫ്യൂവൽ തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ടാകാൻ ഭയങ്കര പാടാണ്. കാരണം ഇതിൻ്റെ മാത്രമല്ല അങ്ങനെ ഇടക്കിടക്ക് ഫ്യൂവൽ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പമ്പ് കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്യൂവൽ ഏകദേശം ഒരു ധാരണയിൽ നമ്മളെപ്പോഴും അടിച്ചിട്ടിരിക്കണം. പുതിയ വെർഷനിൽ അത് പരിഹരിച്ചിട്ടുണ്ടാവണം. കാരണം ഇത്രയൊക്കെ അപ്ഡേഷൻ സുസുക്കി ആക്സസിന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിനും ചിലപ്പോൾ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബാക്കിലുള്ള ആ ഫ്യൂവലിൻ്റെ ക്യാപ്പാണ്. ഇത് അത്യാവശ്യം നമ്മൾ വണ്ടി ഒന്ന് പഴകി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇത്തിരി ടൈറ്റ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പം നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് ഭയങ്കര ഫോഴ്സ് കൊടുത്ത് വേണം പ്രസ് ചെയ്യാനായിട്ട്. പക്ഷേ പുതിയ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് അവരെ പരിഹരിച്ച് അതിൻ്റെ ഫ്യൂവലിൻ്റെ ലിഡ് വണ്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തുറന്നു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ കീ സ്വിച്ചിൽ തന്നെയാണ് നമ്മുടെ അതിൻ്റെ തുറക്കലും അടക്കലും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ കമ്പാരിസൺ ഒന്ന് ചെയ്തു നോക്കാം. പഴയതും പുതിയതും തമ്മിൽ ഉള്ള വണ്ടിയുടെ ആ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആക്സസ് 125 2025 എഡിഷൻ്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്കും പ്രത്യക്ഷത്തിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്. മാത്രമല്ല LED ലൈറ്റിൻ്റെ ഘടനകളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് 2 ഇൻഡിക്കേറ്റേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈസ് ചെറുതായിട്ടുണ്ട്. മാത്രമല്ല ഈ 2 സൈഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിലുണ്ടായിരുന്ന DRL മാറ്റി അതായത് സെൻറ്ററിലേക്ക് ഒറ്റ DRL ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് 2 മിറേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ആ ക്രോം ഫിനിഷോടുകൂടിയ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാസി ലുക്കുള്ള മിറേഴ്സാണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ടൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുസുക്കി ഹായാബൂസയുടെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുള്ള ടൈലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് നമ്മുടെ ഫ്യൂവൽ ലിഡ് കൊടുത്തിരിക്കുന്നത്. മുമ്പത്തെ മോഡലിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു ഫ്യൂവൽ ക്യാപ്പ് പുറത്തായിരുന്നു, ക്രോം ഫിനിഷുള്ള ഒരു ഫ്യൂവൽ ക്യാപ്പ് പുറത്തായിരുന്നു. ഇപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല നമുക്കിത് നമ്മുടെ കീ സ്വിച്ച് വഴി ഓപ്പൺ ആക്കാവുന്നതാണ്. മാത്രമല്ല ഈ ഫ്യൂവൽ ലിഡിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സുസുക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്യൂവൽ ക്യാപ്പ് ഊരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു അറയിൽ നമുക്ക് വെക്കാവുന്നതാണ്. തൊട്ട് മുമ്പത്തെ മോഡലിൽ നമുക്കറിയാമല്ലോ, ഫ്യൂവൽ അടിക്കാൻ നേരത്ത് സാധനം ഊരി നമ്മൾ കയ്യിൽ പിടിക്കണം. മാത്രമല്ല നമ്മൾ പൈസയൊക്കെ എടുക്കാൻ നേരത്ത് ഇത് അവിടെ ഇവിടെയൊക്കെ വെക്കണം. എങ്കിലും മാത്രമേ നമുക്ക് പേഴ്സ് തുറന്ന് ക്യാഷൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ആ വക പ്രശ്നമൊന്നും വരുന്നില്ല. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്യൂവൽ അടിച്ച് പൈസയൊക്കെ കൊടുത്ത് പോകാവുന്നതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ആക്സസ് ഓണർമാർക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളത്.
ഇതിൻ്റെ സൈലൻസറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈലൻസറിനെ കവർ ചെയ്തിരുന്ന ആ ഒരു ക്രോമിൻ്റെ ഭാഗത്തിന് ചെറിയൊരു ഘടനയിൽ ചെറിയൊരു വ്യത്യാസം സുസുക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ സുസുക്കി ആക്സസ് 125 എന്നുള്ളത് ആ 125 അവരെടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ആക്സസിന് മാത്രം ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ മോഡൽ ഒരു പോക്കറ്റ് സ്റ്റോറേജ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് പുതിയതിലേക്ക് വരുമ്പോഴത്തേക്കും 2 പോക്കറ്റ് സ്റ്റോറേജ് കൊടുത്ത് സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ സൈഡിലെ 2 ഇൻഡിക്കേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ സൈസ് ചെറുതാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ കാണുന്നത് മെറ്റൽ പാർട്ടായിരുന്നു. നേരത്തെ മോഡൽ ഒറ്റ പാർട്ടായിരുന്നു, ഇതിപ്പോൾ 2 പാർട്ടാക്കിയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഈ മഡ് ഗാർഡും മെറ്റൽ തന്നെയാണ്, അതിന് യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂട്ടറിൽ മഡ് ഗാർഡും ഈ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലുള്ള 2 കവറുമാണ് മെറ്റൽ പാർട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റിന് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും സുസുക്കി കൊടുത്തിട്ടില്ല. 104 കിലോഗ്രാം തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ബേസ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്കും അനലോഗ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വേരിയൻറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആവും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം വരുന്നത് ടോപ്പ് വേരിയൻറ്റിലാണ്. പുതിയ മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും പാസ് ലൈറ്റും അതുപോലെ ഹസാർഡ് ലൈറ്റും നമ്മുടെ ആക്സസിന് കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയത്തക്ക മാറ്റമൊന്നും വന്നിട്ടില്ല. ആ പഴയ 124cc എഞ്ചിൻ 8.6 bhp പവറും 10 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും 65 കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ്. മുമ്പത്തെ മോഡൽ ഇത് 55 കിലോമീറ്റർ ആയിരുന്നു. ഇനി ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 ലിറ്ററാണ് പുതിയ മോഡലിന് കൊടുത്തിരിക്കുന്നത്. പഴയ മോഡലിന് ഇത് 22 ലിറ്റർ ആയിരുന്നു, അതായത് 2 ലിറ്റർ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OBD2 വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി സുസുക്കി ആക്സസിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന സൈലൻറ്റ് സ്റ്റാർട്ടാണ്. അതായത് പണ്ടത്തെ പോലത്തെ ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഇനി ഉണ്ടാവില്ല. ഈ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ആക്സസ് ആരാധകർ ഇത്രയും നാളും കാത്തിരുന്നത് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ് നടക്കുന്നത്. ആ പഴയ നോയ്സ് വരുന്നില്ല. ഇനി ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടെലിസ്കോപ്പിക്കും ബാക്ക് സ്വിംഗ് ആം സസ്പെൻഷനാണ് വരുന്നത്. സസ്പെൻഷൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും പേടിക്കേണ്ട, നല്ല അടിപൊളി സസ്പെൻഷനാണ്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡുവൽ ടോൺ കളർ വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ 2 കളർ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒറ്റ കളറാക്കി അവർ മാറ്റിയിട്ടുണ്ട്. 4 കളർ വേരിയൻറ്റുകളിലാണ് ആക്സസ് ഇപ്പോൾ വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാമംഗലത്തുള്ള CP സുസുക്കിയിലാണ്. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ആക്സസും എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ സെയിൽസ് മാനേജറുടെ നമ്പർ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. മാത്രമല്ല നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ നെഗറ്റീവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 1.5 വർഷത്തോളം ഞാനിത് യൂസ് ചെയ്ത് 15,000 കിലോമീറ്റർ ഓടിച്ച വണ്ടിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ഇതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചാണ് സുസുക്കി പുതിയ വണ്ടി ഇറക്കിയിരിക്കുന്നതാണ്. പുതിയ വണ്ടി എനിക്ക് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ വണ്ടി നല്ല കംഫോർട്ടാണ്, നല്ല മൈലേജാണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സുസുക്കി ആക്സസ് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ഇത്ര നാൾ വണ്ടി ഓടിച്ച ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ അതായത് ഗുണമോ ദോഷമോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വണ്ടി എടുക്കാൻ നിൽക്കുന്നവരെന്തായാലും കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കതൊരു ഉപകാരവും. ഇപ്പോൾ മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.